കളി കൈവിട്ട് തുടങ്ങിയേ. എവിടം വരെ പോന്നു നോക്കട്ടെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഞാൻ കുട്ടിയോട് എത്ര എന്റെ വീഡിയോ കാണാന്ന് പറഞ്ഞാലും നിങ്ങൾ കാണുമെന്ന് എനിക്കറിയാം. അത് 100% ഗ്യാരണ്ടി. ഇപ്പോ 2026 ന്യൂ ഇയറിൽ ഞാൻ എടുത്ത തീരുമാനമാണ്, എന്റെ ഭാഗത്ത് നിന്ന് എന്തൊരു തെറ്റുണ്ടെങ്കിലും അത് നമ്മൾ അങ്ങ് ക്ഷമിക്കുക. പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്, അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. കാരണം ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ബലം തരുന്നല്ല പറഞ്ഞിരിക്കുന്നത്. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ. ആകാശം ഇടിഞ്ഞ് താഴെ വീണാലും അത് ആൾക്കാര് പിന്നെ ഇവന്റെ തലയിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ ക്ഷമിക്കുന്നു. ഇവ എനിക്കെതിരെ കേസ് കൊടുത്തു ഗൈസ്. എന്താടോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ജാസിയെ കുണ്ടൻ എന്ന് അധിക്ഷേപിച്ചു എന്നുള്ളതാണ് കേസ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ജാസിയെ കുണ്ടൻ എന്ന് അധിക്ഷേപിച്ചു എന്നുള്ളതാണ് കേസ്. ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച? വേണ്ട, ചണ്ടിന്ന് എഴുതണ്ട, കുണ്ടീന്നാവല്ലോ. ആൾക്കാരെ നീ ഗേ ആണ് എന്ന് ഓൾറെഡി സമ്മതിച്ചിട്ടുള്ള ആളാണ്. ഗേ ആയിട്ടുള്ള ആൾക്കാരെ നാട്ടിൽ കുണ്ടൻ എന്ന് പറയും മലയാളത്തിൽ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ. ഇതിൽ കേസൊന്നും വേണ്ട, ജീവിച്ചു പൊക്കോട്ടെ എന്നുള്ള ഒരു രീതിക്കാണ് ഞാൻ ഉണ്ടായിരുന്നത്. എന്റെ പൊന്നു മോനെ, നിനക്ക് ഇപ്പൊ എന്നെ മനസ്സിലായിട്ടില്ല അല്ലേ? എന്നെ കൊണ്ട് ഈ കളിയൊക്കെ കളിപ്പിച്ചത് നീയാ. അങ്ങനെ നീ മാത്രമായിട്ട് നല്ല കുഞ്ഞാവൻ ഞാൻ സമ്മതിക്കില്ലടാ. ഓരോ ഐഡന്റിറ്റിയിലൊന്നും നീയാണോ? സ്ത്രീ ആയിട്ട് ജനിച്ചിട്ട് സ്ത്രീ ആയിട്ട് ജീവിക്കുന്ന നമ്മൾ കൊടുക്കുന്നതിനാണോ നമുക്ക് കാണാം. ഊശിയാക്കാതെ വാശിയോടാണ് പറയുന്നത്. ഞാനും വാശിയോടാ പറഞ്ഞത്. ഇപ്പോഴും ഞാൻ പറയട്ടെ, ഞാൻ എന്ത് സർജറി ആണ് ചെയ്തതെന്ന് റിവീൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. നാണമില്ലടാ നിനക്ക് ഇങ്ങനെ നാറിയ കളി കളിക്കാൻ? ഇവൻ വായി തുറക്കുന്നത് ഊഞ്ഞാല ഊഞ്ഞാല. എല്ലാവരോടും ക്ഷമിക്കും. നീ എല്ലാടെ എടയോ റൂം എടുത്തിട്ട് ഒരു പിഞ്ചു കുഞ്ഞിനെ 4, 5 1ാം ക്ലാസ്സിലായിട്ടും പഠിക്കുന്ന ഒരു കുഞ്ഞിനെ പോയിട്ട് ചീത്ത വിളിച്ചോൻ ഈ നാരിക്കെതിരെ കേസ് കൊടുക്കണം. ഇങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിൽ, പേടിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഇങ്ങനെ കണ്ടാൽ തന്നെ പഠിക്കും. അത് വേറെ. ഞാൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ വ്യക്തിയാണ്, അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. പുരുഷനായി മാറിയ വ്യക്തിയാണ്. കൊട്ടംകുളങ്ങര അമ്പലത്തിലെ വേറൊരു വിഷ്വലിനകത്ത്, വേറൊരു മീഡിയനകത്ത് ജാസി ഈ നാട്ടുകാരോട് പറഞ്ഞല്ലോ, ഞാൻ കംപ്ലീറ്റ് വുമണായി, എനിക്ക് വിളക്കെടുക്കാൻ പറ്റില്ല എന്ന്. അത് അപ്പൊ തോന്നിയ ഒരു ബുദ്ധിയാ. ബുദ്ധിയല്ല, തെമ്മാടിത്തരം. ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം. ജാസി അന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പിന്നെ സർജറി കഴിഞ്ഞ് പിന്നെ പൂർണ്ണതയുള്ള ഒരു സ്ത്രീയായി. എല്ലാം നമുക്ക് ശരിയാക്കാം, വെറുതെ നാറ്റിക്കരുത്. നാർക്കടോ, ഇനി എന്തോന്ന് നാറാൻ. 2025 ഇവൻ പറഞ്ഞു സർജറിയും കഴിഞ്ഞ് ഇവൻ പെണ്ണായിന്ന്. കള്ളനവൻ പെരുങ്കള്ളൻ എന്റെ കൈ കെട്ടിണ്ടില്ല. ഇതിന്റെ ഇടക്ക് പിന്നെ റെനെ മെഡിസിറ്റിയിൽ കിടന്നിട്ട് പറയുന്നുണ്ട്, ഇതിന്റെ അപ്പുറം നിങ്ങളെ ബോധിപ്പിക്കാൻ എനിക്കൊന്നുമില്ല, ഞാനൊരു സ്ത്രീയായി മാറിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലുള്ള വാക്കുകളെക്കാളും മൂർച്ചയൊന്നുമില്ല ഡോക്ടർ വെച്ച കത്തിയിലും കുത്തിക്കേറ്റിയ സിലിക്കോണിലും. ഞാൻ ചിരിച്ചു പോയനെ. ഒന്നുങ്ങ വന്നേ മോനെ. നീ എന്നെ അധിക്ഷേപിക്കുന്നോടാ. അനിയ, ഞാൻ പുകഴ്ത്തി പറയാന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയുക, ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല.